ജർമ്മനി ഒപ്പേർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവര് വിസ റിജക്ഷൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ എംബസി അപ്ഡേറ്റഡ് ചെക്ക് ലിസ്റ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നമ്മൾ ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോയി india.diplo.de എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ പോയതിനു ശേഷം സർവീസസ് എടുക്കുക. സർവീസസിൽ നാഷണൽ വിസ കൊടുക്കുക. നാഷണൽ വിസയിൽ ചെക്ക് ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ഒപ്പയർ വിസ വരുന്നുണ്ട്. ഒപ്പയർ വിസ കൊടുക്കുക. ഒപ്പയർ വിസ കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ പാസ്പോർട്ട്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട് കോപ്പി, 3 ഫോട്ടോഗ്രാഫ്സ്, ഷെങ്കൻ സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ്, ഒപ്പയർ കോൺട്രാക്ട്, ജർമ്മൻ ഫാമിലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യറും കൂടി ഇതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യറും കൂടെ നിങ്ങൾക്ക് വേണ്ട അറ്റാച്ച് ചെയ്യേണ്ടതാണ് ഇതിന്റെ കൂട്ടത്തിൽ. ഇൻഫോർമൽ ഇൻവിറ്റേഷൻ ലെറ്റർ ജർമ്മനി നിങ്ങളുടെ ഹോസ്റ്റ് ഫാമിലിയുടെ, പിന്നെ പ്രൂഫ് ഓഫ് ജർമ്മൻ നോളജ് A1 ആണ് വേണ്ടത്. A1 ഗോയിറ്റയുടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അത് 1 ഇയറിനുള്ളിൽ താഴെ ആയിരിക്കണം. നിങ്ങൾക്ക് B1 ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിലും B2 ഫുൾ മൊഡ്യൂൾ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷെ പാർഷ്യൽ മൊഡ്യൂൾ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പയർ വിസ ലഭിക്കുന്നതല്ല, ഇപ്പൊ കറന്റ് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ബേസിക്കലി നമുക്ക് വേണ്ടത്. ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങളുടെ ഏജ് 18 വയസ്സിനും 27 വയസ്സിനും ഇടയ്ക്കായിരിക്കണം ഏജ് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് കൂടാതെ ഇതിന്റെ കൂടുതൽ അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് ഫാമിലിയുടെ ID, പാസ്പോർട്ടിന്റെ കോപ്പി, അതുപോലെ തന്നെ അവരുടെ സിറ്റി രജിസ്ട്രേഷൻ, റെസിഡൻസ് പെർമിറ്റ് കോപ്പി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒപ്പയർ വിസയുമായിട്ട് ബന്ധപ്പെട്ട വിസ റിജക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.